സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത ആളെ കോഴിക്കോട് NIT ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ വിവാദം. പൊന്നാനി സ്വദേശി വ്യവസായി ലഫീർ മുഹമ്മദിനെയാണ് ഗവേണിംഗ് ബോഡിയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വമോ MP മാരോ അറിയാതെയാണ് സംസ്ഥാന സർക്കാർ പേര് നൽകിയതെന്നാണ് വിമർശനം. അതേസമയം നിയമനത്തിനെതിരെ ഈ മാസം 10-ന് BJP നേതൃത്വം NIT-യിലേക്ക് മാർച്ച് നടത്തും. കോഴിക്കോട് NIT-യിലേക്ക് സംസ്ഥാന സർക്കാർ നോമിനിയായി വ്യവസായി ലഫീർ മുഹമ്മദിനെ നിയമിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യക്തിയാണ് ലഫീർ മുഹമ്മദ്. കേരളത്തിൽ നിന്നും ഡോളർ ഈജിപ്ഷ്യൻ പൗരൻ കൊണ്ടുപോയപ്പോൾ വിദേശത്ത് വെച്ച് ആ ഡോളർ വാങ്ങിയത് ലഫീർ മുഹമ്മദാണെന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് കസ്റ്റംസ് ലഫീറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇങ്ങനെ പശ്ചാത്തലമുള്ള ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നോമിനിയായി വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കോൺഗ്രസ് നേതൃത്വവും പ്രത്യേകിച്ചും കോഴിക്കോട് DCC-യും കോഴിക്കോട്ടെ MP-മാരും ഒന്നും അറിയാതെയാണ് ഇങ്ങനെ ലഫീർ മുഹമ്മദിന്റെ പേര് വന്നതെന്ന വിമർശനവും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയരുന്നുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ BJP പ്രതിഷേധവുമായി വന്നിരിക്കുകയാണ്. NIT-യിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ പൗരനിൽ നിന്നും ഡോളർ വാങ്ങി എന്നുള്ളതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇവരുടെ NIA അല്ലെങ്കിൽ ഇതേപോലെ അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ നിന്നിട്ടുള്ള ഒരാളായിരുന്നു. ഈ കളങ്കിതനായിട്ടുള്ള വ്യക്തിയെ കോഴിക്കോട്ട് NIT-യുടെ ഭരണസമിതിയിലേക്ക് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്? NIT-യിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയ മറ്റൊരു പേര് ആനന്ദമണിയുടേതാണ്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മുൻ ജില്ലാ ഭാരവാഹിയായിരുന്നു. പക്ഷേ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയും കോഴിക്കോട് DCC-യും ഒക്കെ നൽകിയ പേര് മറ്റൊരു പേരായിരുന്നു. ഈ പേര് മറികടന്നാണ് ആനന്ദമണിയുടെ പേര് വന്നത്. ഇതും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും NIT വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒന്നും അറിയാതെ ആരുടെ താല്പര്യപ്രകാരമാണ് ഈ വിവാദ വ്യവസായി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് BJP രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.